ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇതിലോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ബേ ലീഫ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് വന്ന ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ച് വെച്ചതുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വെന്ത ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്രയും മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്കിതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സാക്കി എടുക്കുക. ഇതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മസാലയിൽ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായി മിക്സാക്കി വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്നുകൂടെ മിക്സാക്കി എടുത്ത ശേഷം പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് റൈസ് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിന കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് തിളച്ച് വരണപ്പോഴാണ് നമ്മൾ അരി കഴുകിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കും. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. 1 വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നാൽ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിടാം. 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ പ്രഷർ മുഴുവൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മൾ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് പ്രഷറൊക്കെ നന്നായി പോയ ശേഷം ഞാൻ കുക്കറോ തുറന്ന് വയ്ക്കേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തു.